അതൊരു പരട്ട സ്വപ്നമായിരുന്നുകൊണ്ട് ഞാൻ ടോപ്പ് ഉണ്ടാക്കുന്ന എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തൊരു സ്ഥാനം ഉണ്ടടാ. അതിൽ നിൻ്റെ സ്ഥലം അറിയാം, ഇവിടെ തന്നെ അല്ലേ? അല്ല, വേഗം 2, 5, 7, 12 ടേബിളിലൊക്കെ സ്ഥലം വിട്ടോ. കൊടുക്കുമ്പോൾ ഒരു ചിരിയോടെ കൊടുക്കണേ. ഇങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണി വാങ്ങിച്ചു കൂട്ടി നിൽക്കുമ്പോഴാണ് പൂവിൻ്റെ ശ്രദ്ധ അകലെയുള്ളൊരു മലയുടെ മുകളിലെ ഓടക്കുഴൽ നാദത്തിലേക്ക് പോകുന്നു. അവിടെ ദൂരെ ഇരുന്ന ഒരാൾ ഓടക്കുഴൽ വായിക്കുന്നുണ്ട്. അതാരാണ് എന്താണെന്ന് നമുക്ക് വഴി അറിയാം. അതിനും അപ്പുറത്ത് ഒരു മരത്തിൻ്റെ പിറകിലായിട്ട് ഒരു പെൺകടുവയും ഒരു കുരങ്ങനും ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഓടി നീങ്ങി. സീൻ ചേഞ്ചായി വീണ്ടും ആ ഓടക്കുഴൽ വായിക്കുന്ന ആളെ കാണിക്കുന്നു. പെട്ടെന്ന് പുള്ളിയുടെ പുറകിൽ ഒളിച്ചിരുന്നൊരു പച്ചപ്പാമ്പും നമ്മൾ നേരത്തെ കണ്ട പെൺകടുവയും കുരങ്ങനും പിന്നെ ഒരു കൊക്ക് പോലത്തെ ജീവിയും പുള്ളിയുടെ നേരെ ചാടി. അവർ അടിക്കുന്ന ഓരോ അടിയെയും അറ്റാക്കിനെയും പുള്ളി വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഡിഫെൻഡ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് മാസ്റ്റർ ഷീഫു. ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ വന്നവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരായിരുന്നു. ഇതൊക്കെ ഇവരുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമായിരുന്നു. മാസ്റ്റർ ഊക്വേ പറഞ്ഞു, മക്കളെ, നിങ്ങൾ എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്യാൻ നോക്കിയതാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പെൺകടുവയെ നമുക്ക് ടൈഗ്രസ് എന്ന് വിളിക്കാം. ടൈഗ്രസ്, നിനക്ക് കൂടുതൽ ഫെറോസിറ്റി അഥവാ അഗ്രസീവ്നെസ് വേണം. മങ്കി, നിനക്ക് കൂടുതൽ സ്പീഡ് വേണം. ഇവനെ നമുക്ക് ക്രെയിൻ എന്ന് വിളിക്കാം. ക്രെയിൻ, നിൻ്റെ ഹൈറ്റ് ശരിയാക്കണം. ഈ പാമ്പിൻ്റെ പേരാണ് വൈപ്പർ. വൈപ്പർ, നിനക്ക് കൂടുതൽ സൂക്ഷ്മത വേണം. വൈപ്പറിനും അപ്പുറത്ത് നിന്ന് മാൻഡിസിനോട് എന്തോ പറയാൻ നേരത്താണ് മാസ്റ്റർ ഷീഫു എന്നും വിളിച്ചൊരാൾ വരുന്നത്. നീ ഏതടാ? മാസ്റ്റർ ഓക്വേ നിങ്ങളെ വിളിച്ച്. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച് മാസ്റ്റർ ഷീഫു വേഗം മാസ്റ്റർ ഓക്വയെ കാണാൻ പോയി. മാസ്റ്റർ ഓക്വ ഇരുന്നിടത്ത് മാസ്റ്റർ ഷീഫു ഓടി വന്ന് കൈ കൂപ്പി. മാസ്റ്റർ ഓക്വ എന്തായാലും ചില്ലറക്കാരനല്ല. മാസ്റ്റർ ഓക്വേ, നിങ്ങളെന്തിനാ എന്നെ വിളിച്ചത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവിടെ അത്രയും നേരം ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന മാസ്റ്റർ ഊക്വേ മാസ്റ്റർ ഷീഫുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. എൻ്റെ പഴയ കൂട്ടുകാരനെ ഒന്ന് കാണുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് മാസ്റ്റർ ഊക്വേ അവിടെ കത്തിച്ചു വെച്ചിരുന്ന ഓരോ മെഴുകുതിരിയും പതുക്കെ ഊതിക്കിടത്താൻ തുടങ്ങി. ഊക്വേ എന്തായാലും ഊളംപാറയിലേക്ക് എടുക്കാൻ ടൈമായെന്ന് ഷീഫുവിന് മനസ്സിലായി. ഇതിപ്പോഴൊന്നും തീരത്തില്ലെന്ന് മനസ്സിലായി ഷീഫു തന്നെ അവിടെയുള്ള എല്ലാ മെഴുകുതിരികളും അണച്ചു കളഞ്ഞു. ഷീഫു ചോദിച്ചു, നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? ഞാൻ മനസ്സിലൊരു കാഴ്ച കണ്ടു. തായ്ലങ് തിരിച്ചു വരും. അപ്പോൾ പെട്ടെന്ന് തായ്ലങ്ങിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഷീഫുവിൻ്റെ മനസ്സിലേക്ക് വരും. അവനൊന്നും തിരിച്ചു വരത്തില്ല, അവൻ പ്രിസണിലല്ലേ. ഒന്നും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഷീഫു. എന്തായാലും ഊക്വേ പറഞ്ഞത് കേട്ട് മാസ്റ്റർ ഷീഫു ഒന്ന് പേടിച്ചു. ഷീഫു വേഗം നമ്മൾ നേരത്തെ കണ്ട പോയുടെ അച്ഛനായ സെങ്ങിനെ വിളിച്ചു. സെങ്, വേഗം ചോർകോം പ്രിസണിലോട്ട് പോയി പറ അവിടെ കൂടുതൽ പടയാളികളെയും വെപ്പൺസിനെ റെഡിയാക്കാൻ. മാസ്റ്റർ ഷീഫു തന്നെ ഇങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ തായ്ലങ് അത്ര ചെറിയ പുള്ളിയല്ല. ഇനി ആരാണ് ഈ തായ്ലങ്, എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് വരുന്ന വഴി മനസ്സിലാക്കാം. തായ്ലങ് ഒരിക്കലും ആ പ്രസൻ വിട്ട് വരാൻ പാടില്ല. വേഗം ചെന്ന് പറ. ഇത് കേട്ട് പേടിച്ച സെങ് വേഗം തന്നെ പോയി പറയാമെന്ന് പറഞ്ഞു. ഒരുത്തൻ അവൻ്റെ ഡെസ്റ്റിനിയെ കാണാതിരിക്കാനുള്ള വഴിയിൽ കൂടെ പോകുമ്പോഴായിരിക്കും അതിനെ കാണുന്നത്. മാസ്റ്റർ ഷീഫു ആകെ പേടിച്ച് മാസ്റ്റർ ഊക്വയോട് പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ആ വാലിയിലോട്ട് അവനെ വന്ന് അവൻ്റെ റിവെഞ്ച് എടുക്കാൻ സമ്മതിക്കരുത്. അവൻ നമ്മളോടൊക്കെ റിവെഞ്ച് എടുക്കും. ഇതിന് മറുപടിയായിട്ട് മാസ്റ്റർ ഊക്വയെ പറയുന്നു, സുഹൃത്തെ, നിൻ്റെ മനസ്സിൽ വെള്ളം പോലെയാണ്. കലങ്ങിക്കിടക്കുമ്പോൾ ഇതിൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന് കുറച്ച് സമയം കൊടുത്താൽ കാര്യങ്ങളെല്ലാം വ്യക്തമാകും. എന്നിട്ട് മാസ്റ്റർ ഊക്വേ അതിന് നേരെ മുകളിൽ പണിത് വെച്ചിരുന്ന ഒരു ഡ്രാഗൻ്റെ പ്രതിമയെ നോക്കി ഡ്രാഗൺ സ്ക്രോൾ എന്ന് പറയുകയും സമയമായെന്നും സൂചിപ്പിച്ചു. പക്ഷെ ഇത്രയും ശക്തികളുടെ രഹസ്യങ്ങൾ നൽകാൻ യോഗ്യനായവൻ ആരാണ്? ഡ്രാഗൺ വാരിയർ ആവാൻ യോഗ്യനായവൻ ആരാണ്? ഇതിന് മറുപടിയായി മാസ്റ്റർ ഊക്വേ തനിക്കറിയില്ലെന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ പുള്ളിയുടെ അച്ഛൻ്റെ കടയിൽ ന്യൂഡിൽസ് സപ്ലൈ ചെയ്യുമായിരുന്നു. അവൻ്റെ വലിയ ശരീരവും വയറും വെച്ചോണ്ട് അവൻ വലിയ ബുദ്ധിമുട്ടിയ ആൾക്കാരുടെ ഇടയിലൂടെ നീങ്ങിപ്പോകുന്നത്. ശ്രദ്ധിച്ച് നടക്കപ്പോ. സോറി. അപ്പോഴാണ് പോയുടെ വാൽ അവിടെ ഇരിക്കുന്ന നൂഡിൽസിൽ തട്ടുന്നത്. ഇതുകൊണ്ട് വീണ്ടും ആ ടേബിളിൽ ഇരുന്ന കുട്ടികളെല്ലാം ബഹളം ഉണ്ടാക്കി. അതിന് സോറി പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവനൊരു പോസ്റ്റർ ഒട്ടിക്കുന്നത് കാണുന്നത്. അത് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് മാസ്റ്റർ ഊക്വേ ഇന്നാണ് ഡ്രാഗൺ വാരിയറിനെ തിരഞ്ഞെടുക്കുന്നതെന്ന്. ഒരു നല്ല കുങ്ഫു വാരിയർ ആവാൻ ആഗ്രഹിച്ചിരുന്ന പോയ്ക്ക് ഇതൊരു വീണു കിട്ടിയ അവസരമായിരുന്നു. സന്തോഷത്തിൽ അവിടെ ഇരുന്നവരോടെല്ലാവരും പറഞ്ഞ് എല്ലാവരും ജെയ്ഡ് പാലസിലോട്ട് വിട്ടോ. ഇന്ന് 5 പേർക്ക് ഡ്രാഗൺ സ്ക്രോൾ പദവി കിട്ടു. ഇത് നമ്മുടെ വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു. ഇന്നാണ് കുങ്ഫു ഹിസ്റ്ററിയിലെ ഗ്രേറ്റസ്റ്റ് ഡേ. അങ്ങനെ അവർ ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരിക്കും പിന്നീന്ന് പോയുടെ അച്ഛൻ വിളിക്കുന്നത്. നീ എങ്ങോട്ടാണ് പോകുന്നത്? അത് ജെയ്ഡ് പാലസിലോട്ട്. നിന്റെ നൂഡിൽസ് കൊട്ടൊക്കെ നീ മറന്നുപോയോ?
ഇവിടെയും പോയിൻ്റെ അച്ഛൻ ബിസിനസ്സിലാണ് ശ്രദ്ധിക്കുന്നത്. എടാ വാലിയിൽ എല്ലാവരും വരും, അപ്പോൾ ഈ നൂഡിൽസൊക്കെ അവർക്ക് നീ കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കണം. നൂഡിൽസ് വിൽക്കാനോ? അതെ അച്ഛാ, പക്ഷെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഒരു പക്ഷേ അച്ഛന് വിഷമമാവുന്ന കരുതി പറയാൻ വന്നത് മാറ്റി പറഞ്ഞു. ഞാൻ ചിന്തിക്കുമായിരുന്നു നൂഡിൽസിൻ്റെ കൂടെ കുറച്ച് ബീൻ ബൺസും കൂടെ വയ്ക്കുക, അത് ഇപ്പം കേടാവാൻ പോകുന്നതാണ്. അതാണ് ഒരു ബിസിനസ്സുകാരൻ അതുപോലെ ചിന്തിക്കണം മോനെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നു നീ കണ്ട സ്വപ്നം ഒരു സൂചനയായിരുന്നെന്ന്. ആ സ്വപ്നം കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് അച്ഛാ. സീൻ ചേഞ്ച് ആവുന്നു. ടൗണിലാകെ ആഘോഷങ്ങൾ നടക്കുകയാണ്. ചിലവരൊക്കെ ഞാൻ ഡ്രാഗൺ വാരിയറാവും, ചിലവരൊക്കെ അവൻ ഡ്രാഗൺ വാരിയറാവുമെന്ന് ഗസ് ചെയ്യുന്നു. എല്ലാവരും ഇപ്പോൾ ജെയ്ഡ് പാലസിന് മുൻപിലാണ്. അപ്പോൾ ആ ജെയ്ഡ് പാലസ് അവിടെയുള്ള ആൾക്കൂട്ടവും ബഹളവും എല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അത്ര ഉയരത്തിലോട്ട് ഈ നൂഡിൽസ് വണ്ടിയായിട്ട് എങ്ങനെ കയറ്റുമെന്നായിരുന്നു അവൻ്റെ ഡൗട്ട്. അവൻ എന്തായാലും അതുകൊണ്ട് വലിഞ്ഞു കയറാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞു പോയി. അപ്പോൾ കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുമായിരുന്നു ആ നൂഡിൽസ് വണ്ടിയായിട്ട്. അങ്ങനെ അവൻ തളർന്ന് അവിടെ തന്നെ അങ്ങ് കിടന്നു. അങ്ങനെ ഏകദേശം എത്താറായെന്ന് ആശ്വസിച്ച് കിടക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. നേരത്തെ കിടന്നിടത്തുനിന്ന് കുറച്ച് അടികൾ മാത്രമേ കയറിയിട്ടുള്ളൂ. പോയുടെ അടുത്തൂടെ നടന്നു പോരാ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, സോറി പറ്റുമെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരാം. അത് ഒരേ സമയം വിഷമവും ഉണ്ടാക്കി, പക്ഷെ കുറച്ച് മോട്ടിവേഷനും കൊടുത്തു. അവൻ സ്വന്തമായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും നേടിക്കൊണ്ടുവരുമെന്ന് അവൻ പറഞ്ഞു. അവനെ നൂഡിൽസ് വണ്ടി അവിടെ ഇട്ടിട്ട് ഓടാൻ തുടങ്ങി. അതേസമയം ഡ്രാഗൺ വാരിയേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. മാസ്റ്റർ ഷിഫു പറഞ്ഞു, ഇതൊരു ചരിത്രപരമായ ദിവസമാണ് അല്ലേ മാസ്റ്റർ ഓക്വേ? അതെ മാസ്റ്റർ ഷിഫു, നിങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാം റെഡിയല്ലേ? യെസ് മാസ്റ്റർ ഓക്വേ, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം റെഡിയാണ്. ഇതൊന്ന് കേൾക്കണം ഷിഫു, ഞാൻ തിരഞ്ഞെടുക്കുന്ന ആൾ ഈ വാലിക്ക് മാത്രം എടുക്കത്തില്ല, നിങ്ങൾക്കും സമാധാനം തരും. ഇതൊക്കെ കേട്ട് മാസ്റ്റർ ഷിഫു വണ്ടടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ ആ ടൂർണമെൻറ്റ് ആരംഭിക്കാനുള്ള സമയമായി. ഈ ടൂർണമെൻറ്റിൽ ആരൊക്കെ ആയിരിക്കും ഡ്രാഗൺ വാരിയേഴ്സായിട്ട് തിരഞ്ഞെടുക്കുക? ഈ ടൂർണമെൻറ്റിൽ എത്തിപ്പെടാനും ജയിക്കാനും പറ്റുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിനായി പാർട്ട് 3ക്ക് വെയിറ്റ് ചെയ്യുക. In respect to this great master.